പുള്ളി ഓടുവാ, ഓടിക്കോന്ന് വിളിച്ചോണ്ട് ഓടുവാ. ബാക്കിയുള്ള 4 പേര് നടക്കാൻ പറ്റാതെ വന്ന 4 പേരും ഈ അങ്ങനെ 5 പേരുമായിട്ട് ഒറ്റ ഓട്ടം റൂമിൽ നോക്ക്. ഞാൻ 10 മിനിറ്റ് ഓടിയിട്ട് ഇവരെ കൂടെ പിടിച്ചില്ല. നടക്കാൻ പറ്റാതെ വന്നവര് നേരത്തെ റൂമെത്തി, എനിക്കും റൂമെത്തി. ഞാൻ ഒരാഴ്ച പനി പിടിച്ച് ഒരാഴ്ച പനി പിടിച്ച് പിടിയാന്നോ. അവിടുന്ന് ഇങ്ങനെ വലിച്ചെടുക്കൂലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂറായി. കാർമേഘം അതുപോലെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല കാറ്റുള്ളൊരു പ്രദേശമാണ്. പക്ഷേ എടാ ഇപ്പം എത്ര കിലോമീറ്റർ ആയി കാണും നമ്മൾ? ഇപ്പോൾ ഒരു 4.5 അടുക്കാറായിട്ടുണ്ട്. 5 കിലോമീറ്റർ. അതെ. അപ്പോൾ നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ പല പല ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം 5 കിലോമീറ്റർ ഇപ്പോൾ എത്തിയിട്ടോ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ അതേ ഇന്നലെ ഞങ്ങൾ പിന്നെ PTP നഗറിലൊക്കെ പോയി ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ അങ്ങനെ ഇന്ന് ഞങ്ങൾ ട്രക്കിങ് കയറിയേക്കാണ്. അപ്പോൾ നമുക്ക് ട്രക്കിങ്ങിൻ്റെ ആ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. നല്ല രസമുണ്ടോ ഞങ്ങൾ കയറി വന്ന ഒരു ഇതുവരെയുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അല്ലേ? വളരെ നല്ല സൂപ്പർ അനുഭവമായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളും എല്ലാ കാര്യങ്ങളും കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വടിയൊക്കെ ഉണ്ട് കേട്ടോ. 20 രൂപയാണ് വടി അവിടെ നിന്ന്. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വഴിയിലേ പറയാം. പല ഭാഗങ്ങളൊക്കെ ആയിട്ടായിരിക്കും പറയുന്നത്. ഫുൾ ഡീറ്റെയിലും പറയാം. ഓക്കേ. ട്രക്കിങ്ങിന് വരുന്നവർ രാവിലെ 7 മണിക്ക് ബോണക്കാടുള്ള ഈ ഓഫീസിൽ എത്തിച്ചേരണം. ഇവിടെ നിന്നാണ് പിന്നെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ട്രക്കിങ് ആരംഭിക്കുന്നത്. ഏകദേശം 100 പേരുടെ അടുത്താണ്. ഓഫ്ലൈനിൽ 30-ഉം അല്ലാണ്ട് 75 പേരെയാണ് നമ്മളിവിടുന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് ഏകദേശം 10 പേരെ വെച്ച് മുകളിലേക്ക് കയറ്റി വിടും. ഇതാണ് അതിൻ്റെ ഏറ്റവും താഴത്തെ ഓഫീസ്. നമ്മളിവിടെ വന്ന പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് അതിന് പ്രത്യേക ഒരു ഫീസ് അടച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തിരിച്ച് കൊണ്ടുവരുമ്പോൾ അത് റിട്ടേൺ ചെയ്യാം കേട്ടോ. പൈസ റിട്ടേൺ ചെയ്യാം. എത്ര ചെറിയ ഐറ്റമാണെങ്കിൽ എത്ര പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടോ അതെല്ലാം നോട്ട് ചെയ്തിട്ട് അത് റിട്ടേൺ നമ്മൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പൈസ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ടോയ്ലറ്റിൽ കയറിയിട്ട് വേണമെങ്കിൽ പോകാം. ഞങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല നല്ല ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് സുഹൃത്ത് കൈ കാണിക്കുന്നത്. നല്ല നല്ല ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എടുത്തിടാം. എന്തായാലും വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടും. പിന്നെ ഇവിടുത്തെ ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഓൺലൈനിൽ പാസ് എടുക്കുക. ഓൺലൈനിൽ നമുക്ക് അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് നമുക്ക് PTP നഗർ തിരുവനന്തപുരം PTP നഗറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ് അവിടെ നിന്ന് അലോട്ട് ചെയ്യും. അത് പക്ഷേ അതിന് ഇത് ഒരു പരിധിയുണ്ട്, 30 പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് പാസ് എടുക്കണം. ഇപ്പോൾ ചാർജ് എന്ന് പറയുന്നത് 2500 പിന്നെ ഒന്ന് ചെയ്യാനുള്ളത് ഇതിൻ്റെ നമുക്ക് ഫിറ്റ്നസ് ഓക്കെ ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടറുടെ സീലും എല്ലാം ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സംഘടിപ്പിക്കണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടെങ്കിലാണ് ഇവിടെ, അത് രണ്ടും മസ്റ്റാണ് കേട്ടോ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്ത് ഇരുന്നാൽ മാത്രമേ ഇവിടെ കയറ്റി വിടുള്ളൂ.
ഞങ്ങൾ ഇന്നലെ വന്നേ പോലെ ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കയറാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ PTP നഗറിൽ പോയി അവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ നിന്ന് മാഡത്തെ കണ്ട്, അപ്പോൾ കുറച്ച് 2-3 പേരെ കുറവുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഒരു ദിവസം 100 പേരാണ് ഇവിടെ അലൗഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ സീസൺ തീരാൻ പോകുന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഒരു 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ ഇനി ഇത്, അതായത് മാർച്ച് 2-ാം തീയതി വരെയൊക്കെയാണുള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നറിയില്ല. പിന്നെ ഇവിടുത്തെ കാടുകളുടെ ബാക്കി വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്നതിന് ഇടയ്ക്ക് പറയാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഓരോ ബാച്ചിൻ്റെ ഒപ്പം ഏകദേശം 100 പേരുണ്ടാവും. അപ്പോൾ ഓരോ ബാച്ചിൻ്റെ ഒപ്പവും നമുക്ക് ഗൈഡായിട്ട് നമ്മൾ ലോക്കലായിട്ടുള്ള ഇവിടുത്തെ ഗൈഡുകളുണ്ടാവും. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ 10 പേരടങ്ങുമ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ആയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കയറിയത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന സുജിത്തിൻ്റെ ഒപ്പം, സുജിത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നതാണ്, സുജിത്ത് CD. അപ്പോൾ സുജിത്തിനോടൊപ്പം ഇപ്പോൾ മുന്നിൽ പോകുന്ന ചേട്ടനാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഏറ്റവും ബാക്കിലാണ് കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലേക്ക് പോയി. നമ്മൾ ട്രക്കിങ് തുടങ്ങി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ഇതുപോലെയുള്ള ഏകദേശം പരന്ന പ്രദേശം തന്നെയാണ്. ഒരുപാട് കയറ്റങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കയറ്റങ്ങളൊക്കെ തുടങ്ങുന്നത്. നമ്മുടെ കൂടെ നിന്നുള്ള ചേട്ടൻ ഇതാണ് കേട്ടോ. ചേട്ടൻ പേരെന്തായിരുന്നു? കവിൻ. സൂപ്പർ പേരാണല്ലോ, കവിൻ. അപ്പോൾ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഇത് കിട്ടിയതെന്ന് വെച്ചാൽ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷന് വളരെ സഹായകമാണ്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന കഴിഞ്ഞാൽ ഇത്ര ദൂരം 8 കിലോമീറ്ററോളം ഇതേപോലെയുള്ള ഒരു വഴിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റങ്ങളും ഒക്കെ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇതേപോലെയുള്ളൊരു അത് കഴിഞ്ഞിട്ട് കയറ്റം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കയറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കയറ്റം മൊത്തം ഇന്ന് കയറി തീർക്കണ്ട, പകുതി നാളെ രാവിലെ തുടങ്ങിയാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളൊരു വടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 20 രൂപയാണ് വടിക്ക്. വടി തിരിച്ച് നമ്മൾ കൊണ്ടുപോയി അവിടെ തിരിച്ച് വയ്ക്കുക. പിന്നെ വരുമ്പോൾ കൂടുതലും നിങ്ങൾ ഭാരപ്പെട്ട സാധനങ്ങളൊക്കെ ബാഗിൽ കരുതാതിരിക്കുക. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കരുതുക. നമ്മൾ കൊണ്ടുപോകേണ്ട ഫുഡും എല്ലാം കൂടി ആകുമ്പോൾ തന്നെ അതിന് ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. എന്തായാലും ഒരു 5-6 കിലോ എന്തായാലും വെയിറ്റ് വരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ സാധനങ്ങളും കൂടി നമ്മൾ കരുതി കഴിഞ്ഞാൽ പിന്നീട് നടത്തം ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ സ്ഥിരം പോകുന്നതും എല്ലാമായ ഒരു ഏരിയയാണ്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പ്രകൃതിയും ഓരോ കാൽച്ചുവടും എങ്ങനെ വയ്ക്കണം എന്നൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർക്ക് അത്ര ടയേർഡായിരിക്കില്ല. നമ്മൾ എന്നും ഇത് ചെയ്യുന്ന ആൾക്കാരല്ല, ഇടയ്ക്കൊക്കെ ആയിരിക്കും നമ്മളൊക്കെ ഇത് പോവുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇത്തിരിയോടെ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അത് ഭാരം പുറത്ത് ഒരുപാട് തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഇരട്ടിയായിരിക്കും. അല്ലേ സുഹിത്തേ? സുഹിത്ത് മിണ്ടാണ്ട് പോണേ. അതെ അതെ, നടന്ന് ശ്വാസം വിടാൻ പറ്റാത്ത കാരണം സുഹിത്ത് മിണ്ടാണ്ട് പോവാണ്. അതെ അതെ. നമ്മളൊരു ചെറിയ നീർച്ചാലിൻ്റെ അവിടം വരെ എത്തിയിട്ടോ. ഇപ്പം നീർച്ചാല് എന്ന് പറയാം, പക്ഷേ ഇത് നല്ല മഴക്കാലത്തൊക്കെ നിറഞ്ഞൊഴുകുന്ന ഒരു ഇതായിരിക്കും. ഞങ്ങളുടെ തെളിനീര് വെള്ളമാണ്. കുടിക്കാനൊക്കെ വെള്ളമാണെങ്കിൽ വെള്ളം എടുക്കാം. സുഹിത്തേ, വെള്ളം വേണമെങ്കിൽ എടുത്തോ. അതെ, വെള്ളം എടുത്തോ, തീർന്നില്ല അല്ലേ? നല്ല തണുപ്പല്ലേ? നമ്മുടെ ഈ യാത്രയിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരേ തരം കാഴ്ചകളല്ല ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. ഒന്ന് കുറച്ച് ചോലവനങ്ങളാണ് എങ്കിൽ പിന്നെ മഴക്കാടുകളാണ്, പിന്നെ പുൽമേടുകളാണ്, പിന്നെ കല്ലും പാറകളും നിറഞ്ഞ സ്ഥലങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായൊരു തട്ടായിട്ടുള്ള രീതിയിലുള്ള ആ വനത്തിൻ്റെ എല്ലാ രൗദ്രഭാവവും അടങ്ങി അതേ മേഖലകളിലൂടെയൊക്കെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അതുതന്നെയാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഉള്ള ഒരു മേഖലയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. പിന്നെ അഗസ്ത്യമുനി തപസ് ചെയ്ത ആ മഹാതാപസൻ
തപസ് ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത്. രാമായണപരമായി പോലും അഗസ്ത്യമലയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീരാമൻ പോലും സീതയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അഗസ്ത്യമലയിലെത്തിയെന്നും. അയ്യോ, കയറ്റായതുകൊണ്ടേ സംസാരിക്കാനൊരു സുഹൃത്ത് ആലോചിക്കുക, ഇവൻ എങ്ങനെ ഞാനൊക്കെ പറഞ്ഞു നീ കയറ്റം കയറിക്കൊണ്ട് പറഞ്ഞ കഥച്ചു പോണെന്ന്. അതെ അതെ, സുഹൃത്ത് പറയുമായിരുന്നു ഹനുമാൻ കൊണ്ടുവന്ന മല ഈ മലയാണോ എന്ന് ചോദിക്കുകയായിരുന്നേ. ഇടയ്ക്കൊരു മണ്ടത്തരൊക്കെ പറയണ്ടേ. അങ്ങനെയല്ല, അത് മരുത്വാമല ഹിമാലയത്തിൽ നിന്ന്. ഇത് നമ്മൾ അടുത്ത വേറൊരു നീർച്ചാലിൻ്റെ സമീപത്തുകൂടിയായിട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. കാട്ടരുവിയുടെ ആ ഒരു കളകള ആരവവും ഒക്കെ കേട്ട് ഈ കുന്നുകളും കയറി ഒരു യാത്ര. ഗണപതി പ്രതിഷ്ഠയുണ്ട് കേട്ടോ അവിടെ. കെവിൻ്റെ ഒരു സംഭവബഹുലമായ ഒരു ചരിത്രം ഇങ്ങനെ പറയുമായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇതുപോലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കടുവയുടെ മുമ്പിൽ പെട്ടു. എന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കെവിനായിരുന്നു ഗൈഡായിട്ട്, മറ്റേ കൂടെ ഒരു തമിഴ് ആളായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് കടുവയുടെ മുമ്പിൽ പെട്ടിട്ട് പുള്ളി വിട്ടിട്ട് ഓടിയെന്ന്. സാധാരണ രീതിയിൽ 2 പേരോ 3 പേരൊക്കെ നമ്മൾ മനുഷ്യരുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ പെട്ടെന്ന് ആക്രമിക്കില്ല. പക്ഷേ സിംഗിളാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കെവിൻ പറയുക ഇത്. എന്നിട്ട് പുള്ളി വിട്ടിട്ട് ഓടിപ്പോയി. ബാക്കി കെവിൻ പറഞ്ഞേ എന്താ സംഭവിച്ചത്? പറഞ്ഞ പാറ കയറി ഇരുന്നപ്പോഴ് കടുവ കണ്ടു. കടുവ പോത്തിനെ പിടിക്കാൻ വേണ്ടി ഓട്ടിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു സംഭവം. അപ്പൊ ഞങ്ങൾക്ക് പുള്ളിക്കാരനെ കാണിച്ചു കൊടുത്ത്, ഇതാ കണ്ട കാട്ടുപോത്തിനെ ഓട്ടിക്കുന്ന കടുവ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴ് പുള്ളിക്കാരൻ ഇത് കണ്ട പാടെ പുള്ളിക്കാരൻ എന്തിനാ ഇത് ഇറങ്ങി ഓടി, പാറപ്പുറത്ത് നിന്ന് ഇറങ്ങി ഓടി. ഞാനിത് അറിയുന്നില്ല. അപ്പൊ ഞാൻ എടുത്തിട്ട് നോക്കിയപ്പം ഈ കടുവേനെ വേറൊരു പോത്ത് പിറകെ ഓട്ടിക്കുന്നുണ്ട്. ആ രംഗമാണ്. ഒന്ന് അതിനെ ഓട്ടിക്കുന്നു, അതിന്റെ പിറകെ തിരിച്ച്. അപ്പൊ പുള്ളിക്കാരനെ ഞാൻ ഇങ്ങനെ തമിഴാ പുള്ളിയാ. അപ്പൊ ഞാൻ വിളിച്ചു അണ്ണാ പാറുങ്കേ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം പുള്ളി ഇവിടെ ഇല്ല. ആക്ച്വലി പുള്ളി ഇവിടെ ഇല്ല, പുള്ളി പോയി. ഈ കണ്ട സമയത്ത് തന്നെ പുള്ളി പോയി. 5 മിനിറ്റ് മുമ്പേ പുള്ളി പോയി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ പുള്ളി ഓടിക്കോന്ന് വിളിച്ചോണ്ട് ഓടുക. ബാക്കിയുള്ള 4 പേര് നടക്കാൻ പറ്റാതെ വന്ന 4 പേരും ഈ അങ്ങനെ 5 പേരുമായിട്ട് ഒറ്റേ ഓട്ടം റൂമിൽ നോക്കി. ഞാൻ 10 മിനിറ്റ് ഓടിയിട്ട് ഇവരെ കൂടെ പിടിച്ചില്ല. നടക്കാൻ പറ്റാതെ വന്നവന്മാര് നേരത്തെ റൂമെത്തി, എനിക്കുമ്പോ റൂമെത്തി. ഞാൻ ഒരാഴ്ച പനി പിടിച്ച് ഒരാഴ്ച പനി പിടിച്ച്. തൊട്ടടുത്തല്ലേ കടുവ. ഇതുപോലെ കാണുമ്പോഴ് തൊട്ടടുത്ത ആളും ഇല്ല, പേടിച്ച്. എന്തോരകലത്തിലറിഞ്ഞത്? അത് ഇത്ര ദൂരം, ഈ മരവും കുറച്ചപ്പുറത്ത്. എന്റെ പൊന്നെ, സംഭവം നമ്മളെ പിടിക്കില്ല. ഈ പുള്ളിക്കാരൻ പോയതിന്റെ പേടിയും ഷോക്കും കൂടെ ആയി. ഇതും കൂടെ പിന്നെ നോക്കിയപ്പോ ഞാൻ ഒറ്റയ്ക്കും കടുവയും പോത്തും മാത്രമേ ഉള്ളൂ. ഓടി നടക്കാൻ പറ്റാതെ വന്നവന്മാര് എന്നെക്കാളും ഫ്രണ്ട് എത്തി എന്നുള്ളതാണ്. എന്നെക്കാളും 10 മിനിറ്റ് മുമ്പേ അമ്മ റൂമെത്തി. ഓ അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ പോകുമ്പോ എന്തായാലും ഓടരുത് കേട്ടോ. ഒരു കടുവയ്ക്കൊക്കെ നമ്മളെ പുറകെ ഓടിയെത്തി പിടിക്കാനായിട്ട് നിസ്സാര സമയം മതി. നിങ്ങൾ എത്ര കാല് വേഗത്തിൽ വെച്ച് ഓടിയാലും ആ സാധനം നമ്മളെ പിടിക്കും. അപ്പോൾ പിന്നെ മുമ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കടുവ ചെയ്തോളൂ എന്ന് പറഞ്ഞ രീതിയിൽ ധൈര്യം സംഭരിച്ച് അവിടെ നിൽക്കുക. അല്ലാതെ കൂടത്തിലുള്ളവനെ ഇട്ടേച്ച് ഓടാൻ നോക്കിക്കഴിഞ്ഞാൽ ആകെ പണിയാവും. എന്തായാലും ആ ഒരു ചരിത്രം എനിക്ക് ഇഷ്ടപ്പെടും. ഓടിയന്മാര് വീണ് എണീറ്റ് മുറിഞ്ഞ് പാറയുടെ കൊണ്ടേ കൂടെ വീണ് പോയി. ഞാൻ കുറച്ചു ദൂരം ഓടിയപ്പോ ഇവന്മാരെ കണ്ടില്ല എന്തായാലും. പിന്നെ ഞാൻ പതുക്കെ നടന്നു വന്നു. രസം കഥ കേട്ടോ. എന്തായാലും രസം, നമുക്ക് രസം. അനുഭവിച്ച കെവിൻ്റെ അവസ്ഥയൊന്നും ആലോചിക്കുന്നത്. എൻ്റെ പൊന്നെ. ലാത്തിമോട്ട ക്യാമ്പ് 2 ഇത് മിനിഞ്ഞാന്ന് പോയൊരു റിട്ടേൺ ഇറങ്ങി വരുന്നതാണ്. ഇന്നലെ പോയവർക്ക് മേളിൽ കാറ്റായിരുന്നു. നമ്മൾ ഇത് ടിക്കറ്റ് എടുത്ത് വന്നു എന്ന് വിചാരിച്ച് നമുക്ക് ടോപ്പിൽ എല്ലാ ദിവസവും കയറാനൊന്നും പറ്റില്ല കേട്ടോ. കാലാവസ്ഥ അനുസരിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മേളിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ പോകുന്ന പോലെ അവസ്ഥയല്ല മേളിൽ. അത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവിടെ ഭയങ്കര കാറ്റൊക്കെയാണ്. നമ്മൾ വള്ളിയിലൊക്കെ പിടിച്ച് വേണം മേളിലേക്ക് കയറാൻ. അതെ, കയറെല്ലാം പിടിച്ച് വേണം കയറി പോകാനായിട്ട്. അപ്പോൾ അത്രയും കാറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മേളിലേക്ക് കയറൽ റിസ്ക്കാണ്. അപ്പോൾ കുറേ പേര് പിന്മാറും,
പിന്നെ ഫോറസ്റ്റിൽ ഇവരുള്ള അത്ര റിസ്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരെയും കയറ്റുകയില്ല. അങ്ങനെയൊക്കെയാണ് മേളിലത്തെ അവസ്ഥ. ഇപ്പോൾ ഞങ്ങൾ നടന്നു വന്നിട്ട് 2 കിലോമീറ്ററാണ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ പോയിൻ്റ് ലാത്തിമൊട്ടയാണ്. ലാത്തിമൊട്ട ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഭാഗങ്ങൾ മൊത്തമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, 2 ദിവസത്തെ ട്രക്കിംഗ് അല്ലേ. ആ ഓരോ ഭാഗങ്ങളും അതേപോലെയുള്ള ഭാഗങ്ങളാണ് ബാക്കിയെല്ലാം എന്ന് വിചാരിച്ച് വേണം കേട്ടോ വരാത്തവർ കാണാനായിട്ട്. നടക്കുന്നവർക്ക് 2 ദിവസം, അല്ലാത്തവർക്ക് 3 ദിവസം. അതെ അതെ അത് തന്നെ. കെവിൻ പറഞ്ഞ പോലെ നടക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് 2 ദിവസം, അല്ലാത്തവർക്ക് 3 ദിവസത്തെ ട്രക്കിംഗ് ആണിത്. ഇപ്പോൾ നമ്മൾ വീണ്ടും കാടിൻ്റെ മറ്റൊരു ആംബിയൻസിലേക്ക് കയറി കേട്ടോ. മൊത്തം ഇരുട്ടാണ്, നട്ടുച്ച ആവാറായി. എന്നാലും വൈകുന്നേരം ഒരു 7 മണിയുടെ ഒരു അവസ്ഥ. ഈ ഗസ്റ്റ് ഇട്ടുകൊണ്ട് പോണ കുപ്പികളായിരിക്കും അതല്ലേ? ഗസ്റ്റ് ഇട്ടുകൊണ്ട് പോണ കുപ്പികളതല്ലേ? അത് ഓരോരുത്തർ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകുന്ന കുപ്പികളാണ്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കും. ഓക്കെ ഓക്കെ. അതൊക്കെ എല്ലാവരും കളഞ്ഞിട്ട് പോകും. ശരിക്കും ശബരിമല സിസ്റ്റം പോലെയൊക്കെ തന്നെയായിരുന്നു അല്ലേ? സിസ്റ്റം പോലെയൊന്നുമല്ല, അതിനേക്കാളും അപ്പുറമായിരുന്നു ഇവിടെ. 2018 സംഭവിക്കാൻ കണ്ട ഒരു പള്ളിക്കാർ തമ്മിൽ, ഫോറസ്റ്റുകാരും പള്ളിക്കാരും തമ്മിൽ വിഷുവിൻ്റെ വിഷുവായതിന് ഇതിനാണ് ഈ വഴുക്കമ്പാറയിൽ വിഷുവിന് കമ്പടിച്ച് നല്ല ആറ്റുകാലിൽ ഉത്സവം നടക്കുന്നില്ലേ, അതുപോലെ ഈ അങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സുജിത്തെ വടിയുടെ ബലത്തിലാണോ ഓടിപ്പാഞ്ഞു പോണേ? പ്രാക്ടീസാ. നല്ല കാലത്തിൽ മോഹൻലാൽ പറയും പോലെ പവിത്ര ആയ കാലത്തിൽ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞ പോലെ. ഇത് ചെറിയ മരമല്ലേ? അതെ അതെ, ഇത് ചെറുതാ. എന്താ പറയാ, അതിൽ കെട്ടിയേക്കണ മര. ബാബാ ഇത് ഇവിടെ വെള്ളം കൂടുതലുണ്ട്. നല്ല കാട്ടരുവിയുടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. കരമനയാറ് അല്ലേ? നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞോ? ഈ എന്താണ് എന്താ പറയുക, തെരഞ്ഞിൽ മോട്ട, അതിൻ്റെ പേരെന്താ? തെരവിയ മുട്ട. അത് കഴിഞ്ഞാ അടുത്താണ് ഈ 6 കഴിഞ്ഞിട്ട് അടുത്ത് പോകുന്നത് അടിവാരത്തിൽ കൂടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോൾ കരമനയാറിൻ്റെ സൈഡിൽ കൂടെയാട്ടോ പോണേ. കരമനയാറ് അതായത് താഴെ ഒഴുകുന്ന സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഭാഗത്തും നമുക്ക് കാണാം. ക്രോസ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് അങ്ങോട്ട് കടന്നു പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ് തെരവിയ മുട്ട എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, ഒരു മല. അത് പറയപ്പെടാൻ കാരണം പണ്ട് അവിടെ വജ്രമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ വജ്രമൊക്കെ ആളുകൾ തിരഞ്ഞ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് അത് മൊത്തം ആളുകൾ അങ്ങോട്ട് കടക്കാതെയൊക്കെ ഫോറസ്റ്റ് അത് എന്താ പറയുക അവിടെ അടച്ചു. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും ആർക്കും കയറാൻ പറ്റില്ല. ലോക്കൽ ആളുകൾ ആരെങ്കിലുമൊക്കെ പോയി എടുത്താലും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും ഉണ്ടാവും, പാറകളിലും ഒക്കെ ആയിട്ട് വജ്രത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു മഴക്കാലങ്ങളിലും ഒക്കെ. അല്ലേ സുഹിത്താണ് പറഞ്ഞത്, മഴക്കാലങ്ങളിലൊക്കെ തെളിയും. രാത്രി പോയ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ എല്ലാം സിനിമയിൽ ഫഹദ് തെരഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ടല്ലോ, ഒരു സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയില്ലേ? കാർബണിൽ പോകുന്നുണ്ട് ഫഹദ്. അത് സ്വർണം തിരഞ്ഞാണ് പോകുന്നത്, വജ്രവും സ്വർണ്ണമൊക്കെ തിരഞ്ഞു പോകുന്ന ഒരു ഇതുണ്ട് എന്ന് പറയുന്നത്. ഇപ്പം പോയി കഴിഞ്ഞാൽ കടുവയെ കിട്ടുള്ളൂ. അതെ അതെ, അവിടെ കടുവയുടെ ആവാസമാണ് അല്ലേ? അവിടെയൊക്കെ മൊത്തം പൊത്തുകൾ പോലെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനുള്ളൊക്കെ കയറി ഇരിപ്പുണ്ടാവും. ഇപ്പം നിലവിൽ
ഇപ്പം നമ്മുടെ നിലവിൽ ഇവിടെ ഈ കരടികളുടെ ഏറ്റവും കൂടുതൽ ഉള്ള സമയമല്ലേ? കാരണം തേനെടുക്കുന്ന സമയമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇവിടെ നോർമലി എല്ലാം ഉണ്ട്. ഇവിടെ ഒരു കൂട്ടം പാറക്കല്ലുകളിലാണ് മൊത്തം. നമ്മൾ തൊട്ട് മുന്നേ പോയൊരു ബാച്ചിനെ നമ്മളങ്ങനെ കണ്ടു. അതെ അതെ, നമ്മൾ തൊട്ട് മുന്നേ പോയ ബാച്ച് ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഗൈഡുകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. വാവ്, ഇത് കരമനയാറോ? അതെ, ഇവിടെ ആളുണ്ടായിരുന്നോ? ഞങ്ങള് ലാസ്റ്റ് ഞങ്ങൾ വിളിച്ചത് കൊണ്ടുവച്ചില്ലായിരുന്നാ പാസ്? കൊണ്ടുവച്ചില്ലായിരുന്നു. അയ്യേ, ഞാൻ പറഞ്ഞല്ലേ വിട്ടെ, പാസ് കൊണ്ട് വെച്ചെന്ന്. അതല്ലേ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഗൈഡുകൾ ഇഷ്ടമാതിരി ഉണ്ട്. ഇതെന്താ തീറ്റയാണ്? മൃഗങ്ങളൊന്നും വരാതിരിക്കാനാണോ? ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. പാട്ടില് ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് പിടിച്ച് പോകേണ്ട വലിയ ആവശ്യമില്ല. എന്നാലും നമുക്ക് പിടിച്ചു പോകാനുള്ള ഇത് കയറ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. കാട് കാട് കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. ഈ ഗൈഡായിട്ട് നമ്മുടെ ഒരു മുത്തച്ഛനും കൂടി ഉണ്ട്. എത്ര വർഷം? 10 വർഷമോ? 68 വയസ്സല്ലേ? അദ്ദേഹം ഇത്രയും ദൂരം നടന്നു വന്ന് സമ്മതിക്കണമല്ലടാ. ചെറുപ്പക്കാരായിട്ടുള്ള നമ്മൾ വരെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ആവശ്യമായി പോവുക. അപ്പം നീ ചോദിക്കും, ഞാൻ ചെറുപ്പമാണോ എന്ന് ചോദിക്കും. ഞാൻ മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ചെറുപ്പമാണ്. ആ തമ്പുവിന്റെ ഓട്ടോയ്ക്ക് പോയി. ബസ് 2:30 ഉള്ളൂ. അപ്പൊ ഓട്ടോന് പോയി. ഓട്ടോന് പോയിട്ട് പിന്നെ നേരെ ബസ്സിന് അങ്ങോട്ട് പോയി. ഓക്കെ. ആ നല്ല തണുത്ത കാറ്റല്ലേ? മഴ പെയ്യൂടാ. ടോപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. കൂടെ ഉണ്ടാവാൻ പാടില്ലെന്നാണ്. തണുത്ത കാറ്റ് വീശുന്നു. കാലാവസ്ഥ മൊത്തം അങ്ങോട്ട് മാറിയേ. നമ്മൾ കയറി വന്നപ്പോഴുള്ള കാലാവസ്ഥയല്ല. തണുപ്പ് അടിച്ചു കയറുന്നു. ചെവികളിലും മൂക്കിലും ഒക്കെ തണുപ്പ് അടിച്ചു കയറുന്നു. കാലാവസ്ഥ മാറുന്നു. മിനിങ്ങാന്ന് പോയിട്ട് റിട്ടേൺ വരുന്നവരാണ് കേട്ടോ. അല്ല, ടോപ്പിൽ എറിയാച്ചാ போயிட்டு வந்தாச்சு. எப்படி இருக்கு? சூப்பரா இருக்கு. நேத்து கஷ்டம், நேத்து மழை, நேத்துக்கு ஃபுல்லா பயங்கர மழை. பயங்கர மழையா? முந்தா நேத்து ஏறின ஆளுங்க வந்து எல்லாமே கீழே இறங்கியாச்சு. பாதியில இறக்கி விட்டாங்க. யாருமே அலோடு இல்லை. நேத்துக்கு நாங்கள் போனோம். நேத்துக்கு நல்ல பயங்கர மழை, நல்லா காற்று. மேலே ஏறிட்டு நாங்கள் கீழே இறங்கிட்டோம். நல்லா சூப்பரா இருந்தது. சூப்பரா இருந்தா அந்த வியூ எல்லாம் காண தெரியும். வியூ எல்லாம் நல்லா கிளியரா. வியூலாம் நேத்து பார்க்கவே முடியல. கொஞ்சம் மிஸ்டா கொஞ்சம் பாதி இறங்கின உடனே மிஸ்ட் நிறையா இருந்தது. മിസ്റ്റ് മാറിയില്ലയാ? ഏർലി മോർണിംഗ് இன்னைக்கு மாறிடுச்சு. இன்னைக்கு மாறிடுச்சு. இன்னைக்கு மாறிடுச்சு. സ്റ്റാൻഡേർഡ് ഇല്ല. മാറി മാർക്ക് വന്നിട്ടിരിക്കും. കുറച്ച് മാറി. நேத்து കുറച്ച് വെയിറ്റ് ചെയ്താൽ മുകളിൽ എത്ര നേരം നിന്നു? അരമണിക്കൂർ നിന്നാ? 6 മണി. അരമണിക്കൂർ. இன்னைக்கு நல்லா கும்பல். இன்னைக்கு நிறைய നാളത്തെ കാര്യം നാളെ പറയാൻ പറ്റുള്ളൂ. இன்னைக்கு கிளைமேட் சேஞ்ச் ஆயிடுச்சு. ഇന്നലെ നല്ല കാറ്റുമായിരുന്നു. ഭയങ്കര മഴ ഇല്ലെങ്കിൽ ഉണ്ടായില്ല. അത് ഞങ്ങൾ PTP പോയി ഇന്നലെ എടുത്തതാ. ഓ അത് ശരി. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഭയങ്കര കാറ്റ്. അപ്പൊ അവൻ പറയുകയും ചെയ്തു, നിങ്ങൾ പോണവർക്ക് നല്ല കാറ്റാ കയറാൻ പറ്റും. ടിക്കറ്റ് എങ്ങനെ എടുത്തത്? PTP നഗർ. ഓഫ്ലൈൻ. പറഞ്ഞു സീതേ, എങ്ങനെയാ വജ്രം ഉണ്ടാവണേ? ഇങ്ങോട്ടോ അവിടെ നിന്ന് വന്ന് കേൾക്കൂടെ? ഫോസിൽ രൂപയാണ് ഉണ്ടാവുന്നൊരു സംഭവമല്ലേ വജ്രം. ഫോസിലുകൾ വർഷങ്ങളോളം ഭൂമിക്കടിയിൽ
നമ്മുടെ ജീർണാവശിഷ്ടങ്ങൾ കടന്ന് ഫോസിലുകളെക്കാളും കാലപ്പഴക്കം വന്ന് ഉണ്ടാകുന്ന സംഭവമല്ലേ വജ്രം എന്ന് പറയുന്നത്. അതായത് കാലങ്ങളോളം കടന്ന് അത് രൂപപ്പെടുന്നതാണ് വജ്രം, പാറകളുടെ ഇടയ്ക്കും മറ്റുമായിട്ട്. അതല്ലേ? അപ്പോൾ ഇതൊക്കെ പല സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടാകുന്നു എന്ന് പഴമക്കാർ പറഞ്ഞൊക്കെയുള്ള ഒരു അറിവ്. എന്നും പറഞ്ഞാൽ ആരും വജ്രം തളിപ്പിക്കൊന്നും പോകണ്ട. കടുവകളുടെ വൻ സന്നാഹമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. വന്യമൃഗങ്ങളെ ഒരുപാടുള്ള ഏരിയ. സുജിത്ത് കടുവയെ കണ്ടാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സുജിത്തിൻ്റെ പ്രാക്ടിക്കൽ. പറ സുജിത്ത്, എന്ത് ചെയ്യും കടുവയെ കണ്ടാൽ? കടുവയെന്നല്ല, എന്ത് ജീവികൾ വന്നാലും നമ്മൾ എടുത്ത് ഓടാതിരിക്കുക, മനസാന്നിധ്യം ഓടാതിരിക്കുക. കടുവ ഈ ലൊക്കേഷൻ എങ്ങനെയാണ് നോക്കി? കടുവ പുലി എന്തും ആയിക്കൊള്ളട്ടെ, കടുവേനെ പുലിനെ ഒന്ന് വിളിച്ചു വരുത്തണ്ട. നീ ലൊക്കേഷൻ നോക്ക്. അവർക്കറിയാം അങ്ങോട്ട് പോകണമെന്ന്. നമ്മൾ അവരൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ പോവുക. കടുവകളും പുലികളും പോകേണ്ടടുത്ത് അവരെ പൊക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാം. സാറേ, ഇപ്പം നീ കടുവേനെ പുലിനെയൊക്കെ കാര്യം മിണ്ടാണ്ടിരി. ഇപ്പം നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. ചേട്ടാ, 2 പേര് അവിടെ നിന്ന് 3-ാം ദിവസം റിട്ടേൺ ഇറങ്ങി വരുന്നുണ്ട്. 2 ദിവസം ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം റിട്ടേൺ. ഓക്കെ. 4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാർഡ് വീണ്ടും ചേഞ്ച് ചെയ്തു. എത്ര നേരം കെവിനായിരുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ പേരിനാ അയ്യപ്പൻ. അയ്യപ്പൻ എന്ന് പറഞ്ഞ ചേട്ടനാണോ ഇനി നമ്മുടെ കൂടെ ഉള്ളത്? നമുക്ക് 2 കിലോമീറ്റർ, അതിന് 4 കിലോമീറ്റർ. ചേട്ടന് 2 കിലോമീറ്റർ അല്ലേ? ഓക്കെ ഓക്കെ. അപാര ആംബിയൻസ് ആണ്. നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്നതൊന്നും കണ്ട് മനസ്സിൽ വിചാരിക്കരുത്. അപാര ആംബിയൻസ് ആണ് ഇവിടെ, അപാര ആംബിയൻസ്. അപ്പോൾ ഞങ്ങൾ സ്ലോ ആണ് നടക്കും. നടത്താൻ കുഴപ്പമില്ല അല്ലേ? 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാവുന്ന അല്ലേ? ശരീരത്തിന് നല്ല ഇച്ചിരി സ്ലോയിൽ പോകുന്നതാണ്. നമുക്കിത് കയറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് റെസ്റ്റ് വേണം. നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്തില്ല. 2 മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ നമ്മളവിടെ എത്തും. 4 കിലോമീറ്റർ കൂടെ റേറ്റില്ല. അതല്ല, നമ്മൾ ക്യാമ്പിലെത്തണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ കൊടുക്കണം. 6 കിലോമീറ്റർ, 16 കിലോമീറ്റർ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ. അവിടെ നിന്ന് 4 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇനി വീണ്ടും കയറ്റം തുടങ്ങും അല്ലേ? പാറയിൽ വണ്ടർലയിൽ പാറയിലൂടെ അങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടില്ലേ? ഇത് നാച്ചുറൽ പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഗാർഡനാണ്. കേട്ടോ, ഈ മലയുടെ വരുന്ന ഇത് നമ്മൾ തമ്പോന്നില്ലാണ്. തമ്പോന്ന് അങ്ങനെ നമ്മൾ തമ്പോന്ന് എന്ന് പറയുന്ന മലയിലേക്ക് കയറി. മോട്ടയെന്ന് പറഞ്ഞു. അത് ഇതിന്റെ മണ്ടയിലാണ്. ഇതിന്റെ മണ്ടയിലാണ് തെരവിയ മോട്ട എന്ന് പറയുന്നത്. ഇത് സംഭവം അതിന്റെ മുകളിൽ തന്നെയാണ് ഇങ്ങനെ. അല്ല കാണുന്ന മലയായിരിക്കും തെരവിയോ അല്ലേ? ഈ ഇരിക്കുന്നതിന്റെ മുകളിലോട്ട് തന്നെയാണ് ഈ തെരവിയ മോട്ട എന്ന് പറഞ്ഞ നേരത്തെ. ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ ഇവിടത്താണെങ്കിൽ ഞാൻ ഇത്രയായിട്ടും പോയി കണ്ടില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ദിവസം അവിടെ പോയിട്ട് കയറിയ സംഭവം അല്ലേ? ഉണ്ടോ? കുറച്ചൊരു വയലറ്റ് പൂവൊക്കെ നാളത്തെ ദിവസമായിരിക്കും നല്ല അടിപൊളി. നാളെ കുറച്ചുകൂടെ നമുക്ക് ട്രക്കിംഗ്. ഇതിപ്പോ പ്ലെയിൻ പാത്തല്ലേ നിങ്ങൾ പോകുന്നത്? അത് കുറച്ച് സ്റ്റീപ്പാണ്, പിന്നെ നമുക്ക് കാണാനൊക്കെ. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. എവിടെന്നാ വരുന്നത്? ഞങ്ങള് പാലക്കാട്. ഓക്കെ, പഠിക്കുക. പഠിക്കുക. ശരി. അവരൊക്കെ റിട്ടേൺ പോകുന്നവരാട്ടോ. മിനിഞ്ഞാന്ന് കയറിയതാണ്. എന്നിട്ട്
ഇന്ന് രാവിലെ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ ഇറങ്ങുന്നവരാണ് അവർ. ഇന്ന് പോകുന്നതല്ല ശരിയായ യാത്ര എന്ന് പറയുന്നത്. ശരിയായ യാത്ര അല്ല, കാഴ്ചകൾ കാണാനും അതിൻ്റെ നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണാനെന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മൾ പോകുന്നത് കറക്റ്റ് കാടിൻ്റെ ആംബിയൻസ്. ഇനി കാണാൻ പോകുന്നത് അത് നമ്മൾ കാണാത്ത കുറേ ആംബിയൻസ്. എല്ലാവരും രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിങ്ങിൻ്റെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ നമുക്കും കിട്ടുന്ന ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. അതിൻ്റെ മേളിൽ ചേർന്ന് നമുക്ക് കയറാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? കാലാവസ്ഥ മാറിയാലേ. അല്ല, നിങ്ങൾ ഈ കാലാവസ്ഥ മാറുന്നതെന്ന് ഞങ്ങൾ പറയുന്നത് ആ രീതിയിൽ മനസ്സിലാക്കട്ടെ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ നോക്കുക, ഈ കേരളത്തിൽ എവിടെയായാലും ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെയാണ്, മഴയോ ഒന്നുമില്ല. ഇവിടെ എന്ന് പറയുന്നത് നോക്ക്, ഇന്നലെ മഴയായിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ വലിയ കുഴപ്പമില്ല, വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വേണമെങ്കിൽ കാലാവസ്ഥ മാറാം, അല്ലെങ്കിൽ നിന്ന നിപ്പിൽ കാലാവസ്ഥകൾ വേണമെങ്കിൽ മാറാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കൊണ്ടുവന്ന ഫുഡ് ഇരുന്ന് കഴിക്കുകയാണ്. ഞങ്ങളുടെ തൊട്ട് മുമ്പ് വന്നവരാണ്. അവർ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് എല്ലാവരും 3 പേര് കേട്ടോ. ഓക്കെ ഓക്കെ. ലഞ്ച് കയറി കഴിഞ്ഞിട്ടുണ്ടോ? ലഞ്ച് എക്സ്ട്രാ ഹൈദരാബാദ്. ശരി ശരി. പോങ്ങ നല്ല ബലമുള്ള ഈ മരമാണോ ഇത്? ചേട്ടാ പറഞ്ഞു അത് വലുതാണോ ഇതാണോ? വലുത് അത് തന്നെ, അത് പോങ്ങെന്ന് പറയാം. നല്ല ബലമുള്ള മരമാണ്. ഇതെന്ത് മരം ഇതൊക്കെ? ഇത് നമ്മൾ കൊരവി എന്ന് പറയും, കൊരവി മുട്ട എന്ന് പറയും. ഇതിന്റെ കായ് എന്ന് പറഞ്ഞാൽ പൗവാലുണ്ടല്ലോ, കഴിക്കുന്ന സാധനമാണ് ഇതിന്റെ തോട്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. മലയെണ്ണിയൊക്കെ ഇതിന്റെ തോലുമായും നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. ഈ മലയുടെ സൈഡിൽ കൂടി നമ്മൾ പോകും, എന്നിട്ട് നമ്മൾ അടിയാണ് പോകുന്നത്. അടിയെ കൂടി പോയിട്ട് ആ ഒരു പുൽമേട് പോലെ നിൽക്കുന്നുണ്ടോ, അവിടെ നിന്ന് 2 കാടിനിടയിൽ കൂടി ചെറിയൊരു കയറ്റം കണ്ടില്ല, അതിൽ കൂടി കയറിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. കൂടെ ഇവിടെ നോക്കി കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഈ മഞ്ഞ് വെള്ളറ്റം വരണുണ്ടെങ്കിലാണ് പറഞ്ഞത്. ആ മഞ്ഞിനകത്തൂടെ ചെറിയൊരു കാണാനാണ്. ഈ മല കഴിഞ്ഞിട്ട് ആ മല അല്ലാതെ ഇല്ല കാണണയല്ല, ആ കാണണയല്ലല്ലോ, ഇപ്പുറത്ത് കാണണയല്ലല്ലോ, ആ മഞ്ഞ് പോസ്റ്റ് ചെയ്യണ എടുത്തല്ലേ? എന്റെ പൊന്നോ, അത്ര ദൂരം പടക്കണല്ലേ? ഇപ്പൊ എത്ര? ഇപ്പൊ 7 കിലോമീറ്ററാ. ഒരു 7 കിലോമീറ്റർ കഴിഞ്ഞില്ലേ നമ്മള്? എത്ര കിലോമീറ്റർ കഴിഞ്ഞു? അങ്ങ് ദൂരെ കാണാട്ടോ, അങ്ങ് ടോപ്പിൽ അഗസ്ത്യാർകൂടം ഉണ്ട്. എന്റെ പൊന്നോ, എത്രയും ദൂരമാണല്ലോ. ഇനി ഇന്ന് കുറവാണ്, ഇന്ന് കുഴപ്പമില്ല, നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നീ എന്നെ ഇട്ടേച്ച് പോയോ? വൗ, ആംബിയൻസ് ആംബിയൻസ്. നമുക്ക് ബേസ് ക്യാമ്പിൽ ചെല്ലുമ്പോഴേ കേൾക്കണ്ടോ തന്നെ, ബേസ് ക്യാമ്പിൽ ചെല്ലുമ്പോൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കുളിക്കാട്ടോ. നല്ല ഇതുപോലെ അരുവി ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവർ കുളിക്കാൻ വിടുമെന്ന് അറിയില്ല. നാച്ചുറൽ ടാപ്പ്. നാടിൻ്റെ ആംബിയൻസിൽ ഒരു ചോറോട് എവിടെ ഇറങ്ങണം? ഇവിടെ നല്ല ആഴമുണ്ട്. നമ്മളിവിടെ വാഴപ്പീന്തി വാട്ടർഫാളിൻ്റെ അവിടം വരെ എത്തിയിട്ടോ. ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇനിയിപ്പോൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്, അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഇതാണ് കേട്ടോ വാഴപ്പീന്തി വാട്ടർഫാള്.
വാഴപ്പിണ്ടി വാട്ടർഫാളിൻ്റെ ഇവിടെ നിന്നാണ് എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചത്. എന്നിട്ട് ചിലരൊക്കെ ഒന്ന് കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് ഞങ്ങൾ ട്രക്കിംഗ് തുടരുകയാണ്. വെള്ളം ചാറണല്ലേ. ചെറിയ നീർച്ചാല അതല്ലേ? അല്ല, അങ്ങ് മേളിന്നുണ്ട് അത് ചെറിയ ചെറിയ ഒരു എന്താ പറയുക കൈത്തോട് പോലെ. നിക്കടാ സുഹൃത്തേ, നിക്കടോ. പുലി പിടിക്കും, പുലി കടുവ പിടിക്കുന്ന കടുവ. എടാ നിക്കടോ. മറ്റൊരു വേറൊരു ആംബിയൻസിലേക്ക് കയറാൻ പോവല്ലേ. ഭയങ്കര ഇരുട്ട്. നമ്മൾ ഒന്നേലും ഏറ്റവും കൂടുതൽ ഇരുട്ട് ഇവിടെയാന്ന് തോന്നുന്നു. അടിപൊളി വാട്ടർഫാളാണുള്ളത്. നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നിട്ട് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കടന്നു പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നതിൽ ഇപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിലാണ് നിൽക്കുന്നത്, അട്ടയാറ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 4-5 കിലോമീറ്ററുകളും കൂടി പുൽമേടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് എത്തും. അപ്പോൾ ഒരു 4:30-5 മണിയോട് കൂടി നമ്മൾ ബേസ് ക്യാമ്പിൽ. ഈ ടൈപ്പ് ഇല ഉണ്ടല്ലോടാ, ഇത് ഞാൻ ഇവിടെ മാത്രമായിട്ട് ഈ ഇല കണ്ടിട്ടുള്ളൂ. ഇത് നല്ല റിസൾട്ട്. ഇതൊരു എന്തൊക്കെയോ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് ഇതെല്ലാം. ഇവിടെ ഇങ്ങനെ ഒരു നിര പിടിച്ച് ഇത് മൊത്തം ഇവിടെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. അല്ല ഇവിടെ നോക്കി, ഇവിടെ കണ്ടാ അങ്ങറ്റം വരെ ഉണ്ടല്ലേ. ഇവിടെ എല്ലാം വേണ്ട. നമ്മുടെ ഈ ക്യാബേജിന്റെ ഒക്കെ ഇലയില്ലേ, സാമ്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം എനിക്ക് ക്യാബേജിന്റെ ഒക്കെ ഇല പോലെ. ഇത് നോക്കി, ഇതിന്റെ കൂമ്പുണ്ട്. കൂമ്പല നോക്കി, അന്ന് ക്ലോസപ്പിൽ നോക്കി കണ്ടോ കൂമ്പല, അടിപൊളി. അങ്ങനെ ഞങ്ങൾ നേരെ അട്ടയാറ് എത്തി കേട്ടോ. എന്താണ് ഈ അട്ടയാറെന്ന് ഇങ്ങനെ പേര് പറയാൻ കാരണം?
അത് അറിയാൻ പറ്റൂല. കാരണം അത് പണ്ട് ഇവിടെ അട്ടകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാണത്. അല്ല, പണ്ടേ അറിയപ്പെടുന്നതാണ് അട്ടയാർ. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഡേഞ്ചറസ് ഏരിയ, ബാറ്റിംഗ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. ഇവിടെ കുളിക്കാൻ നിൽക്കരുത്, ഡേഞ്ചറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ ചിലപ്പോൾ ഈ ചെറിയ കുഴികളും ഒക്കെ ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല ഇവിടെ ചെറിയ ഭയങ്കര കൊക്ക പോലെയാണ് കിടക്കുന്നത്, കല്ല് വെള്ളം ഒഴുകി പോകുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ഭംഗി കാണണമെന്നുണ്ടെങ്കിലല്ലോ സുഹൃത്തേ, മഴക്കാലത്ത് തന്നെ വരണം അല്ലേ? മഴക്കാലത്താണെങ്കിൽ ആരെയും ഇങ്ങോട്ട് കടത്തിവിടൂല. അത്ര കുഴപ്പമില്ല, പക്ഷേ കടത്തിവിടൂലല്ലോ, ഇങ്ങോട്ടേക്കൊന്നും ആരെയും വിടില്ലല്ലോ ആ സമയത്ത്. അത് മാത്രമല്ല, ഇതൊന്ന് മുറിച്ച് നമുക്ക് ഓരോ പോയിന്റ് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാനും പറ്റില്ല. അത് മഴയുള്ള സമയത്ത് കടന്നു പോകാനായിട്ടല്ലേ. ചവിട്ടി കയറാനായിട്ട് വെട്ടി പോവാം. അത് തന്നെ എളുപ്പമായിട്ടുണ്ട്. അങ്ങനെ പുൽമേട്ടിലെത്തി. ഞങ്ങൾ പുൽമേട്ട് കയറിയിട്ട് കുറേ നേരമായിട്ടോ. ഇപ്പോൾ പുൽമേട്ടിക്കിടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ്, നല്ല കാറ്റുണ്ട്. സുഹിത്ത, ഈ മല മറ്റേ ഇതല്ലേ, നാച്ചേരി മലയല്ലേ? ഇതാണ് നാച്ചേരി. നാച്ചേരി മല നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. നാച്ചേരി മല അല്ലെങ്കിൽ മൊട്ടക്കുന്ന്. മൊട്ടക്കുന്നല്ല, പുൽമേട്. ഇഞ്ചിപ്പുല്ലുകളൊക്കെ നിറഞ്ഞ പുൽമേട്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. അവിടെയാണ് നമ്മുടെ സ്റ്റേ. പിന്നെ നമുക്ക് അനുവാദമില്ല പോകാൻ. പിന്നെ ഇന്ന് പോകാൻ അനുവാദമില്ല. പിന്നെ ഇനി നാളെ. ഇന്ന് അനുവാദം കൂടാണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്യും അല്ലേ? കാരണം കാലാവസ്ഥ അത്രയ്ക്ക് ഇതാണ് താനും. ഇതുപോലത്തെ ഒരുപാട് ഇനം പൂക്കൾ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അഗസ്ത്യാർകൂടം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ മഴയൊക്കെ കുറച്ചൊന്നും കുറഞ്ഞ് നിൽക്കണ കാരണം ചിലതൊക്കെ വാടി പോയിട്ടുണ്ട്, ചാടി പോയിട്ടുണ്ട്. ഇതൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നതാണ് കണ്ടോ. പക്ഷേ ഇത് കായയുടെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ നമ്മുടെ പേരക്കയൊക്കെ പോലെ ഇരിക്കും. പേരക്കയല്ലല്ലോ, പേരക്കയുടെയും മറ്റേ മാതളയില്ലേ, മാതളത്തിൻ്റെ ഒരു വലിപ്പമൊക്കെ ഉണ്ട് ഇതിൻ്റെ കായയ്ക്ക്. ഇവിടെ ഇതിലൊക്കെ നിറച്ചും പൂക്കളുണ്ടായിരുന്നതാണ്, അതൊക്കെ ചാടി പോയിട്ടുണ്ട്. ഈ കല്ലുകൾക്കൊക്കെ ഇതേ ചെറിയ പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രകൃതി തന്നെ വരച്ചതാണ് ഇതെല്ലാം. ഇത് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പുണ്ട് അതിനെല്ലാം. പേര് നമ്മൾ ആദ്യ ദിവസത്തെ ട്രെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 3/4 ഭാഗത്തോളം എത്തിയിട്ടോ. അതേ അങ്ങ് ഫ്രെയിമിൽ അങ്ങ് ദൂരെ കാണുന്നത് അഗസ്ത്യകൂടം ആണ്. നമ്മൾ കയറാൻ പോകുന്ന ആ പർവ്വതമാണ് അതിൻ്റെ ടോപ്പിൽ കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ ട്രെക്കിങ്ങിൻ്റെ ബേസ് ക്യാമ്പിൽ നിന്ന് കുളിക്കാനും അങ്ങനെയുള്ള പോകുന്ന ഒരു ഭാഗമാണ്. അതുമാത്രമല്ല ഇതൊരു വ്യൂ പോയിൻറ്റും കൂടിയാണ് കേട്ടോ. നമ്മൾ ഈ വഴി നേരെ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ബേസ് ക്യാമ്പിൽ നിന്നുള്ള അഗസ്ത്യാർകൂടം മല കൃത്യമായിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഭയങ്കര കാറ്റുമാണ് കേട്ടോ ഇവിടെയൊക്കെ. ഈ കാണുന്നുണ്ടോ, അതാണ് അഗസ്ത്യാർകൂടം മല.
ആ മലയുടെ ഒരു വൈബ് നിങ്ങൾ നോക്കി. ഞങ്ങൾ ടോപ്പിൽ ആ അഗസ്ത്യാർകൂടത്തിൻ്റെ ആ ഒരു ടോപ്പ് വ്യൂ കാണുന്നുണ്ടോ? ആ ഭാഗത്ത് മാത്രം കാർമേഘം ഇങ്ങനെ ഈ എന്താ പറയുക പ്രദക്ഷിണം വയ്ക്കുന്നത് പോലെ ഇങ്ങനെ അത് അവിടുന്ന് ഇങ്ങനെ വലിച്ചെടുക്കൂലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടൊരു 2-3 മണിക്കൂറായി കാർമേഘം അതുപോലെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല കാറ്റുള്ളൊരു പ്രദേശമാണ്, പക്ഷേ കാർമേഘം എങ്ങും പോകുന്നില്ല. ഇങ്ങനെ നമ്മളിങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ചെടുക്കുന്നത് പോലെ, എനർജിയെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ ഒരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക. കാരണം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അഗസ്ത്യാർകൂടം എത്രത്തോളം എനർജി ബൂസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണെന്ന്. വെറുതെ അല്ല അഗസ്ത്യൻ ഈ പർവ്വതത്തെ തിരഞ്ഞെടുത്തതെന്ന് നമുക്കിവിടെ വന്നാൽ മനസ്സിലാവും. അങ്ങനെ ബോണക്കാട് നിന്ന് ഞങ്ങൾ 14 കിലോമീറ്ററോളം നടന്ന് ഇപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തി കേട്ടോ. ഇപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തിയപ്പോൾ നമ്മൾ ഈ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് ദൈർഘ്യം കൂടുതലായി പോകും. ഇനിയിപ്പോൾ നാളെ രാവിലെ ഈ അഗസ്ത്യാർകൂടം ടോപ്പിലേക്ക് നമ്മൾ ഏകദേശം 8 കിലോമീറ്റർ ബേസ് ക്യാമ്പിൽ നിന്ന് 8 കിലോമീറ്റർ നടന്ന്, അത് കുത്തനെയുള്ള കയറ്റമാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അഗസ്ത്യാർകൂടം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കിടാം, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. കാരണം ഇത്രയും വിശദമായിട്ട് നമ്മളിത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, പോകാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലും കൂടി അത്യാവശ്യം വിശാലമായ രീതിയിൽ പ്രധാനപ്പെട്ട എല്ലാ ലൊക്കേഷനുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകൾക്ക് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് പാർട്ട് 2 കാണാം. ബൈ.